എങ്കിൽ കഥ പിന്നെ കേൾക്കാം. എൻ്റെ ഡേറ്റ് ഓക്കെ. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്വാർത്ഥത പറയാം, ഹീറോയുടെ ഷോൾഡറിലാണ് ഏറ്റവും കൂടുതൽ ഭാരം. അതുകൊണ്ടാണല്ലോ അയാൾ ഹീറോ. ഞാനും കുറച്ച് പടങ്ങളിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചാണല്ലോ. അപ്പൊ എന്തായിരുന്നാലും ഷറഫുദ്ദീൻ ഷോൾഡർ ചെയ്യുന്നു ഒരുപാട് പ്രാവശ്യം. അവർ സിറ്റിംഗ്, അവർ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ബിബിൻ ആയിരുന്നിരുന്നാലും ജയവിഷ്ണു ആയിരുന്നാലും ഷറഫിന്റെ ഫ്രണ്ട്സ് ആണ്. അവര് ഫ്രണ്ട്സ് ആയിട്ട് പോലും ഇത് മെച്ചപ്പെടുത്താൻ വേണ്ടി അവര് വിഷ്ണു അരവിന്ദുമായിട്ടിരുന്ന് ഒരുപാട് റൗണ്ട് ഓഫ് ഡിസ്കഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഷൂട്ടിംഗ് ഏരിയയിൽ ചെല്ലുന്നത്. എന്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിലേക്ക് ഒരു കോൺട്രിബ്യൂഷൻ ഒന്നും ഈ ചിത്രത്തിലില്ല. അല്ലാതെ തന്നെ നല്ല രീതിയിൽ വെൽ ബൗണ്ട് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അഭിനയിക്കാൻ വളരെ എളുപ്പമായിരുന്നു. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ഒരു കാര്യം ഞാൻ പറയുന്നു, അടുത്ത കാലത്ത് നിങ്ങൾ കണ്ടുവരുന്ന കുറച്ച് കോമഡികളുണ്ട്. ഇപ്പൊ തന്നെ വാഴ 2 സൂപ്പർ ഹിറ്റാണ്. അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹിനിയാട്ടം. മോഹിനിയാട്ടത്തിലെ എൻ്റെ പെർഫോമൻസിന് എനിക്ക് കിട്ടിയ ആ റെക്കഗ്നീഷന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നിങ്ങൾ ഓരോരുത്തരോടും നന്ദി രേഖപ്പെടുത്തുകയാണ്. അതിൽ നിന്നും ഏറെ വ്യത്യാസമുള്ള ഒരു റോളാണ് ഇതിലെ റോള്. രാജ്കുമാർ എന്നാണ് എൻ്റെ കഥാപാത്രത്തിന്റെ പേര്. ഷറഫുദ്ദീന്റെ അച്ഛനാണ്. കോമഡി സിറ്റുവേഷൻസ് ഒരുപാടുണ്ട്. അത് അത്രയും ഞാൻ ധൈര്യമായിട്ട് പറയാം. കുറച്ച് ട്വിസ്റ്റുകളുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലല്ല. നാളെ നിങ്ങൾ ചിത്രം കാണുമ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ശരിയാണോ എന്ന് ഉറപ്പിക്കാനുള്ള അവസരമാണ്. ഞാൻ തെറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ താഴെ എഴുതാം, പറഞ്ഞതല്ല കണ്ടത്. പക്ഷെ അങ്ങനെ ഉണ്ടാവില്ല. ഇതിനകത്ത് അത്യാവശ്യം ട്വിസ്റ്റും ടേൺസും ഉണ്ട്. ചിരിക്കാൻ